ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ ഇന്ന് തുടങ്ങാൻ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ടൈഗർ ടോപ്പിയ പാർക്കിലും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും ആണ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടൈഗർ ടോപ്പിയ പാർക്കിലേക്ക് പോകും. ഇപ്പൊ നമ്മളുള്ളത് ബാങ്കോക്കിലാണ് കേട്ടോ. അവിടുത്തെ പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങളിത് ഇപ്പൊ ടൈഗർ പാർക്കിലേക്ക് പോവാൻ കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. പക്ഷെ ഇപ്പൊ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് 2 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പട്ടായയിലേക്ക് പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടോ. എന്നിട്ട് പോലും ഒരാൾ ഹോൺ അടിക്കാനോ ഓവർടേക്ക് ചെയ്ത് പോകാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല. നല്ല സിവിക് സെൻസുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എല്ലാ റോഡ് റൂൾസും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫൈനലി ഇതേ നമ്മൾ ടൈഗർ ടോപ്പിയ പാർക്കിൽ എത്തിയിട്ടോ. 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഇത് ഇവിടേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, പാക്കേജസ് ആണെന്നുള്ളതൊക്കെ ഇവിടെ ഒരു ചെറിയ ബോർഡിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. നമ്മൾ ഫോട്ടോ വിത്ത് ടൈഗർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ടൈഗറിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ നമുക്ക് 400 ബാത്താണ് കേട്ടോ ആയത്. അപ്പൊ ഈ ഒരു പിക്കപ്പ് ട്രക്കിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ഒരു ടൈഗർ ടോപ്പിയ പാർക്ക് അല്ലാണ്ട് വേറെ ഒരു ടൈഗർ ടോപ്പിയ പാർക്ക് ഉണ്ട്, ശ്രീരാച്ച ടൈഗർ ടോപ്പിയ. അതാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടൈഗർ പാർക്കാണ് കേട്ടോ. ഞങ്ങൾ അതിന്റെ വേറൊരു ബ്രാഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ അധികം ടൈഗേഴ്സ് ഇല്ല. ശ്രീരാച്ച ടൈഗർ പാർക്കിലാണ് 300-ലധികം ടൈഗേഴ്സ് ഉള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ ടൈഗേഴ്സിന്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്ന ഏരിയ. അപ്പൊ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. ഈ ടൈഗേഴ്സിന്റെ ഒപ്പം ഫോട്ടോ എടുക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ അവർ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റാഫ് പറയുന്നത് കേട്ട് നിന്നാൽ മതി. അപ്പൊ അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഒച്ചയൊന്നും എടുക്കാനായിട്ട് പാടില്ല. ടൈഗേഴ്സിനെ ശല്യം ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യരുത് കേട്ടോ. എന്റെ പൊന്നോ, അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഒരു ടൈഗറിനെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ തടകിയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ തൊടാനായിട്ട്. അതുപോലെ തന്നെ അത് മൂവ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പേടിച്ചങ്ങടെ എണീക്കാറുണ്ട് എല്ലാവരും. അത്രയും പേടിച്ചാണ് ഇരുന്നത്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊന്നും നമ്മൾ പോയില്ല, വെറുതെ എന്തിനാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇപ്പൊ പോകുന്നത് ടൈഗർ സൂയിലേക്കാണ് കേട്ടോ. ഇവിടെ ധാരാളം കേജസിൽ ടൈഗേഴ്സ് കിടപ്പുണ്ട്. ഇത് ഞാൻ നിങ്ങളിപ്പോ കാണിച്ചു തരാം. ഓരോ കേജസിന്റെ ഫ്രണ്ടിലും ആ ടൈഗറിന്റെ പേരും അത് ഏത് ജെൻഡർ ആണെന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു മെയിൽ ടൈഗർ ആണ്. ഇതിന്റെ പേര് ഗോൾഫി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കേജസിന്റെ ഫ്രണ്ടിലും അതിന്റെ പേരും അതിന്റെ ജെൻഡറും അതിന്റെ ജനന തീയതിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും വേറെ ഇങ്ങനെ ഒട്ടിക്കിടന്ന് വെച്ചിട്ടാ. പക്ഷെ എല്ലാം ഭയങ്കര സൈസായിട്ടുള്ള ടൈഗേഴ്സ് ആണ് ഇവിടെ ഫുള്ളുള്ളത്. നമ്മളിപ്പോ കണ്ടില്ലേ, ഓരോ കേജിലും ഓരോ ടൈഗേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറെ സ്പോട്ട് ഉണ്ട് ഇവിടെ. ടൈഗറിനെ ഫീഡ് ചെയ്യണ സ്ഥലം ഉണ്ടാ.
ഇവിടെ ഒരു സംഭവം ഉണ്ട്, കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ മീറ്റ് എന്തോ ആണ്. അപ്പൊ താഴെ വീഴുമ്പോഴത്തേക്കും ഇതുങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ജസ്റ്റ് ഫൺ ആക്ടിവിറ്റി. ഇത് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ, എക്സ്ട്രാ ബാത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ടൈഗർ എടുപ്പുണ്ട് കേട്ടാ. ഇതിന് മിൽക്ക് ഫീഡ് ചെയ്യണ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതിന് 400 ബാത്ത്. നമ്മളപ്പോ അതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയുണ്ട് ഈ കടുവയുടെ അടുത്തിരുന്ന് ഫോട്ടോ എടുത്തു. കടുവ ആലോചിച്ചടിച്ചപ്പോ ഞാൻ പേടിച്ചു. എന്തോ സെഡേഷനിൽ ഇരിക്കണ പോലെയൊക്കെ തോന്നിയ, ഒരു വികാരവും ഇല്ലാത്ത പോലെ. അവര് നല്ല പേടിയുള്ള ചെറിയ വടിയിൽ അതൊക്കെ പേടിക്കണം ആലോചിക്കുമ്പോഴാണ്. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തായിരിക്കും ഫുഡ്? നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പോലത്തെ സംഭവമൊക്കെ വല്ലതും ആയിരിക്കും. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കല്ലേ. അപ്പൊ അതാണ് ഇനി അടുത്ത പരിപാടി. ഗ്രൂപ്പിലെ നമുക്കിപ്പോ ഒരു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു തരുന്നുണ്ട്. ഫുഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ അത്. വിശാലമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ്. നല്ല റെസ്റ്റോറന്റ് ആണ്, പക്ഷെ ഡിഷസ് എന്താണെന്നുള്ളത് കണ്ടറിയാം. അതെ, ഇത് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടാ. കടുവേനെ കണ്ട് ഫുഡ് കഴിക്കാം നമുക്ക്. ഇത് 3-4 ഉണ്ട് ഇപ്പുറത്ത്. ഹൈ ഫുഡ് അല്ലായിരുന്നു കേട്ടാ, ഇവിടെ ഇന്ത്യൻ ഫുഡൊക്കെ തന്നെയായിരുന്നു. സാമ്പാറും ചോറും, കേരള ഫുഡെന്ന് പറയാം. ചോറും സാമ്പാറും വെജിറ്റബിൾ കറിയും സാലഡും രസവും ഉണ്ട്. ഇത് മോര്. പിന്നെ ഫുഡ് എങ്ങനെയുണ്ട്? കണ്ണൊക്കെ ടാസ്ക് തരട്ടെ. ഇതിൽ കിടക്കുന്ന പുലിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിലൊരു പുലിയുണ്ട്, അതിനെ കണ്ടുപിടിക്കണം. ഇതിന്റെ ഉള്ളില് കണ്ടുപിടിച്ചല്ല. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഇത് കിടക്കണേ. നമ്മള് നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കണ്ടാ പോകുന്നത്. 3/4 മണിക്കൂർ ഇവിടെ നിന്നുണ്ടെന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കണ്ടിട്ട് പനമ്പള്ളി റെയിൽവേ ക്രോസിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുള്ള റൂട്ട് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നിയാലൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഇപ്പതേ നമ്മള് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ പാർക്കിംഗ് ഏരിയയുടെ അവിടെയാണ് നമ്മൾ നിക്കുന്നത്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് എന്നാ പറഞ്ഞത്. ഇത് നമുക്കിവിടെ ഒരു തേളിന്റെ ഒരു സ്റ്റാമ്പ് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടാ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള അഡ്മിഷൻ ഫീ എടുത്തവർക്കാണ് കേട്ടോ ഈ ഒരു സ്റ്റാമ്പ് ഇവർ അടിച്ചു തരുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലെ ബോട്ട് സർവീസ് ഏരിയയിലാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ബോട്ടിലൂടെ പോകാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഏറ്റവും ഫ്രണ്ടിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മാർക്കറ്റിന്റെ ഭംഗിയിൽ ആസ്വദിച്ച് നല്ലൊരു ബോട്ട് യാത്ര പോവാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ബോട്ടുകളായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ ബോട്ടും ഉണ്ടായി, ഒരു ചെറിയ ബോട്ടും ഉണ്ടായിരുന്നു. 2 എഞ്ചിൻ പിടിപ്പിച്ച ബോട്ടുകളായിരുന്നു കേട്ടോ. അപ്പൊ ചെറുതിലെ ഏകദേശം 7 പേർക്ക് വരെ ഇരിക്കാൻ പറ്റിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ തോട് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഏരിയയിലൂടെയാണ് കേട്ടോ ബോട്ടുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴയിലൂടെ ഒരു ബോട്ട് യാത്ര ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഈ തോടിന്റെ ഇരുവശത്തുമായിട്ട് ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൊപ്പിയും ബാഗും ചെരിപ്പും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പണ്ട് കാലത്തൊക്കെ തായ്ലാൻഡിലെ ആൾക്കാർ ജീവിച്ചിരുന്നത്
ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കൊരു ലോക്കൽ ലൈഫാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഒരു 10-20 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു തോടിൻ്റെ നടുക്കായിട്ട് ഒരു ഡ്രാഗണിൻ്റെ ഒരു ഫൗണ്ടനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം പേര് ചെറിയ തോണിയിലൊക്കെ ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഏരിയയിലാണ് കേട്ടോ. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ 2 പേര് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരോടൊപ്പം ഫോട്ടോ എടുക്കാൻ 50 ബാത്താണ് കേട്ടോ കൊടുക്കേണ്ടത്. ഈ ഒരു റെഡ് ആരോ മാർക്ക് കണ്ടില്ലേ, ഇത് നമ്മൾ ഈ ഒരു ആരോ മാർക്ക് നോക്കി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റിലേക്ക് പോകാട്ടോ. ഈ ഗ്രീൻ ആരോ മാർക്ക് കണ്ടില്ലേ, ഇത് നമുക്ക് റിട്ടേൺ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഈ ഗ്രീൻ ആരോ മാർക്ക്. അപ്പൊ നമുക്ക് വഴി തെറ്റാണ്ട് പോവാം ഇങ്ങോട്ടായാലും. ഇതെല്ലായിടത്തും ഉണ്ട്. അതെ, നോക്കി നേരെ നടന്ന അപ്പുറത്തെ സൈഡിൽ വന്നാൽ മതി. 4:30 ആവുമ്പോൾ നമ്മളുടെ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ വേണ്ട. അവരുടെ തേങ്ങാപ്പാലിന്റെ രീതി വേറെ ആയിരിക്കുമല്ലോ. ഇത് ഇവിടെ ഒതന്റിക് ആണോന്ന് അറിയത്തില്ല. ഒതന്റിക് വേറൊരു ഷോപ്പിലുള്ളത്. അത് ഏത് ഷോപ്പാണ്? മാംഗോ ഒക്കെ ഉള്ളൊരു ഷോപ്പ്. ഭയങ്കര സ്വീറ്റ് ആണ്. ഇന്നലെ തേങ്ങാപ്പാലൊക്കെ ഭയങ്കര ഇവിടുത്തെ മാംഗോ നല്ല ടേസ്റ്റാന്നാ പറയുന്നത്. പക്ഷെ ഇത് അത്ര മധുരമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിക്കണോണ്ടാണെന്നറിയില്ല. ഈ ഒരു സ്ഥലത്തോട്ട്, ഈ ഒരു സ്പോട്ടിൽ നിന്ന് വേറെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഭയങ്കര സോൾട്ടിയാണ് ഈ റൈസ്. പിന്നെ സിറപ്പ് ഉണ്ട്, കോക്കനട്ട് സിറപ്പ് എന്തോ, അതിന് മധുരമുണ്ട്. ഞാൻ വിചാരിച്ച അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതില് കോക്കനട്ട് മിൽക്കിന് പകരം വേറെ എന്തോ ആണ് ഇവര് ആഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും തായ്ലാൻഡ് വന്നിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനം നമ്മൾ കഴിച്ചു നോക്കി. ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. ഇവിടെ നിറയെ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങാം. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഫേമസ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു നോക്കി. ഇനി വേറൊരു ഫേമസ് സാധനമാണ് കോക്കനട്ട് ഐസ്ക്രീം. അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളെ വാങ്ങുന്നുള്ളൂ. അത് എങ്ങനെയുണ്ട് കഴിച്ചിട്ടെന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും വെറൈറ്റീസ് ആണ് ഇതിലുള്ളത്. നമ്മുടെ കോക്കനട്ട് ഐസ്ക്രീം വന്നിട്ടാ, നോക്കട്ടെ എങ്ങനെ ടേസ്റ്റ്. ഇത് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഈ മാർക്കറ്റിന്റെ ഉള്ളിലായിട്ട് ധാരാളം സുവനീർ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കിടന്ന് കിട്ടും. നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ നല്ല ഭംഗിയുള്ള ബൗൾസ്, ചെറിയ ചെറിയ ബൗൾസ്, പെയിന്റ് അടിച്ചിട്ടുള്ള, പിന്നെ പണ്ടുകാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വിഷറികള്. പിന്നെ അത് ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ടായിട്ടോ. ടെസൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബാഗ് ഹാങ്ങിങ്സ് ആണ് ഇത്. നല്ല രസമില്ല, നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്. നമ്മളത് എക്സിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു റെഡ് ആരോ വഴി പോയാൽ മതി. അപ്പൊ നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്തും.
വഴി മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ഉണ്ട് ഇതൊക്കെ. അതുപോലെ തന്നെ ഗ്രീൻ ആരോ ഉണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ആരോ. നമ്മളിപ്പോ വന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഉള്ളത് ബാങ്കോക്കിലാണ്. പണ്ട് കാലത്തുണ്ടല്ലോ ഈ തായ്ലാൻഡിലെ ആൾക്കാർ ഈ നദീതീരങ്ങളിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വഴിയായിരുന്നു. അപ്പൊ ഒരു മെയിൻ ആയിട്ട് ഈ തോണികളിലൂടെയാണ് അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിറ്റിരുന്നത് ഈ തോണികളിലൂടെ ആയിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടായത് കേട്ടോ. ഇത് ഒറിജിനൽ വേർഷൻ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ. ഇതൊരു മോഡൽ പോലെ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. ഈ ഇരിക്കുന്നത് സ്നേക്ക് ഫ്രൂട്ടും ഇപ്പുറത്ത് ഇരിക്കുന്നത് ഡ്യൂറിയൻ പഴം ഉണ്ട്. ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വഞ്ചികളിലൂടെ ഇങ്ങനെ അവരുണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ വിറ്റിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്തൊക്കെ. നമ്മളിപ്പോ വഞ്ചിയിൽ പോകുന്നില്ലേ ഇങ്ങോട്ട്, അപ്പൊ നമുക്ക് ആ വഞ്ചിയിൽ തന്നെ ഇരുന്ന് ഇവിടുന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങാം കേട്ടോ. ചോളമൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ തായ്ലാൻഡിലെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അവിടുത്തെ കരിക്ക. അപ്പൊ അത് ട്രൈ ചെയ്യാനായിട്ട് വന്നേക്കാം കേട്ടോ നമ്മള്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എണ്ണേ? നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് ഇതിനു മറ്റേ സംഭവം ഇല്ലേ, മാംഗോ സ്റ്റിക്കി റൈസ്, അതിനൊക്കെ സെയിം ടേസ്റ്റ്. ആ ഒരു ഇവിടെ കുടിച്ചിട്ട് വലിയ കുഴപ്പമില്ല. ഒരു ഹൈപ്പ് കൊടുക്കണം അത്രയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അവിടെ പിക്ക് എടുത്തവരുടെയൊക്കെ ഫോട്ടോസ് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ വാങ്ങിക്കൊണ്ട് പോകും. ഫ്ലോട്ടിംഗ് മാർക്കറ്റും ടൈഗർ ടോപ്പിയും ആയിരുന്നു ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇനി രാത്രി നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലും കൂടെ പോകുന്നുണ്ട്. അതോടെ ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിച്ചു. ഇത് നമ്മുടെ ബസ്സിലേക്ക് പോകാണ്ടോ. നോക്കിയ എല്ലാ ടിക്കറ്റും കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് ഇത് എൻട്രി പാസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എൻട്രി പാസ് എല്ലാം കൊണ്ടുവന്നത് ഈ മരത്തിനിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചേക്കാണ്ട. ഞാൻ ഒട്ടിച്ചൊക്കെ ചെയ്യും. ഓക്കേ, നമ്മുടെ ഓർമ്മ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഹോട്ടലിലേക്ക് കണ്ടോ. നമ്മൾ ഇനി 3 ദിവസം ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ ഹോട്ടലിന്റെ പേര് കാസ്റ്റൽ എന്നായിരുന്നു കേട്ടോ. അപ്പതേ നമ്മുടെ റൂമാണ് കേട്ടോ ഇത്. വാ, കേറി വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ടോയ്ലറ്റ് വരുന്നത്.
അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് ആണ്. ഇവിടെ ബാത്തിങ് ഏരിയ ആണ് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിലൊരു വലിയ ലോക്കർ ഉണ്ട് കേട്ടോ. പിന്നെ അതായത് നമുക്ക് 2 ബെഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് കിങ് സൈസും ഒന്ന് സിംഗിൾ ബെഡും ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഇരിക്കാനായിട്ട് ഇവിടെ ഒരു ചെയർ ഉണ്ട്. ഇതാണ് ഇതിന്റെ ബാൽക്കണി. അടിപൊളി ബാൽക്കണിയാണ്. നോക്കട്ടെ. ഹോട്ടലിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പോയത് വാക്കിംഗ് സ്ട്രീറ്റിന്റെ അടുത്തുള്ള ഹോട്ടലിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫുഡ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്തു. ഇതൊരു തായ് ഫിഷ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലാണ് കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്ന ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഇത്. തായ്ലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പട്ടായ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് വാക്കിംഗ് സ്ട്രീറ്റിന്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് സെക്സ് ടൂറിസം ആണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. രാത്രി ഒരു 8 മണിയോടെയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് ആക്റ്റീവായി തുടങ്ങുന്നത്. നൈറ്റ് ഇവിടെ ഒരുപാട് ക്ലബ്ബുകളും പബ്ബുകളും ഒക്കെ ആക്റ്റീവാണ്. നേരം വെളുക്കുന്നവരെ നമുക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മസാജിങ് സെന്റേഴ്സ് ആണ്. അത് തന്നെ ലേഡീസിനും ജെന്റ്സിനും ആയിട്ട് ഡിഫറെന്റ് മസാജിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ മസാജിങ് സെന്റേഴ്സ് വഴിയാണ് ഇവർ ഈ സെക്സ് ക്യാൻവാസിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരിവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഈ ബാച്ചിലേഴ്സിനൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോകുന്നവരുടെ അടുത്തേക്കൊന്നും അവരങ്ങനെ അപ്രോച്ച് ചെയ്യാറില്ല. എങ്കിലും ഇപ്പോൾ യങ് കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ന്യൂ ഷോസിന്റെ ഒക്കെ ബ്രോഷറൊക്കെ ആയിട്ട് അവർ വന്ന് സമീപിക്കാറുണ്ട്. പിന്നെ ഇവിടെ ലെഗ് ആൻഡ് ഷോൾഡർ തൊട്ട് ഫുൾ ബോഡി മസാജ് വരെ വളരെ നിസ്സാരമായിട്ടുള്ള തുക നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 1 അവർ വരെ നീണ്ടു നിൽക്കുന്ന ഫുൾ ബോഡി മസാജ് 300 ബാത്തിനൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി വെറും 840 രൂപയൊക്കെ വരുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടായ ബീച്ചിലാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പട്ടായ സിറ്റി എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് പായൊക്കെ റെന്റിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ അങ്ങനെ രാത്രി ടൈമിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആൾക്കാർ മൊത്തം ഉള്ളത് വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ റോഡിന്റെ സൈഡിലായിട്ട് ധാരാളം സെക്സ് വർക്കേഴ്സ് ഒക്കെ നിൽക്കുന്ന കാണായിരുന്നു കേട്ടോ. ലേഡി ബോയ്സ് ഉണ്ടായിരുന്നു, ലേഡീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങള് ഹോട്ടലിലേക്ക് പോയത് ബാത്ത് ബസ്സിനാണ് കേട്ടോ. അത് ഈ കാണുന്ന പിക്കപ്പ് ട്രക്ക് പോലെ തോന്നിക്കുന്ന വണ്ടീനെയാണ് ബാത്ത് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അവർ പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത് 50 ബാത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 250 ബാത്തായിട്ടോ. അപ്പോൾ ഒരാൾക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല, ഗ്രൂപ്പ് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ തായ്ലാൻഡ് വരികയാണെങ്കിൽ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ യൂബറൊക്കെ പോലെ അതിൽ ടാക്സി ബുക്ക് ചെയ്താൽ മതി. അത് ഭയങ്കര ലാഭമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു തായ്ലാൻഡ് വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.